നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. ഭരണസമിതി യോഗത്തിൽ അംഗങ്ങൾ തമ്മിലടിച്ചു. തർക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്. കാട്ടാനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ട ഗതികേടിൽ മൂന്നാർ ഗൂഡാർവിള സ്കൂളിലെ കുട്ടികൾ. സ്കൂൾ പരിസരത്ത് പടയപ്പയടക്കമുള്ള കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യം. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് RRT സംഘത്തിന്റെ കാവൽ. അശാസ്ത്രീയമായ തുരങ്കപാത നിർമ്മാണത്തിൽ ആശങ്കയോടെ അങ്കമാലി പീച്ചനിക്കാട് നിവാസികൾ. സംരക്ഷണ ഭിത്തി എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴുമെന്ന് പേടി. ഹൈടെക് പാത വാഗ്ദാനം നൽകി റെയിൽവേ പറ്റിച്ചെന്ന് നാട്ടുകാർ. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടെ ആന ഇടഞ്ഞതിൽ കേസെടുത്ത് വനം വകുപ്പ്. ദേവസ്വം ജീവനക്കാരടക്കം 4 പേർ പ്രതികൾ. എഴുന്നള്ളത്തിനിടെ ഇടഞ്ഞത് വെണ്ണാട്ടുമുറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആന. കൊച്ചിയിൽ മഹാകവി ജി സ്മാരകത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. LED ലൈറ്റുകളും പൈപ്പ് കണക്ഷനും അക്രമികൾ തകർത്തു. സ്മാരകത്തിന് സമീപത്ത് നിർത്തിയിട്ട മണ്ണുമാന്ത് യന്ത്രത്തിന് തീയിട്ടു. വിശദമായി നോക്കാം. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. ഭരണസമിതി യോഗത്തിൽ അംഗങ്ങൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും നടന്നു. 2ാം വാർഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് കയ്യാങ്കളി. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. ദേവസ്വം ജീവനക്കാരടക്കം 4 പേരെ പ്രതിയാക്കിയാണ് കേസ്. ക്ഷേത്രം മാനേജർ, അസിസ്റ്റന്റ് മാനേജറുടെ ചുമതല വഹിക്കുന്ന ജീവനക്കാരി, ആന ഉടമ പാപ്പാൻ എന്നിവരാണ് പ്രതികൾ. ഞായറാഴ്ച രാത്രി 8-നാണ് ശ്രീവേലി എഴുന്നള്ളത്തിനിടെ വെണ്ണാട്ടുമുറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആന മുമ്പേ പോയ ആനയെ കുത്തുകയും ഇടയുകയും ചെയ്തത്. കാട്ടാനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ട ഗതികേടിലാണ് മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. കാട്ടുകൊമ്പൻ പടയപ്പയടക്കം കാട്ടാനക്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളതാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം. 10ാം ക്ലാസ് പരീക്ഷ നടന്ന ഇന്നലെ പ്രദേശത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണമുണ്ടായിരുന്നു. ആനകളെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലെ സർക്കാർ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കാട്ടുകൊമ്പൻ പടയപ്പയടക്കം ഒരു പറ്റം കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് ഈ കാട്ടാന കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട്. സ്കൂൾ മൈതാനത്തും മറ്റുമായി കാട്ടാനകൾ സ്വൈരവിഹാരം നടത്തുന്ന സ്ഥിതി പ്രതിസന്ധിയാകുന്നു. 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്ന ഈ സമയത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ ഉള്ളപ്പോൾ അപ്രതീക്ഷിതമായി കാട്ടാനകൾ ഇവിടെ എത്തുകയാണെങ്കിൽ അത് അപകടത്തിന് ഇടവരുത്തും. ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ള ആനകളെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. അശാസ്ത്രീയമായ തുരങ്കപാത നിർമ്മാണത്തിൽ വലഞ്ഞ് അങ്കമാലി പീച്ചനിക്കാട് നിവാസികൾ. ഹൈടെക് തുരങ്കപാത വാഗ്ദാനം നൽകി റെയിൽവേ പറ്റിച്ചെന്നാണ് നാട്ടുകാരുടെ പരാതി. തുരങ്കപാതയിൽ വിളക്ക് സ്ഥാപിക്കാത്തതിനാൽ രാത്രികാലങ്ങളിൽ അപകടങ്ങളും പതിവ് കാഴ്ചകളാണ്. ആദ്യം നൽകിയ പദ്ധതി പ്രകാരമല്ല റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 4 മാസം മുൻപ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത പീച്ചിനിക്കാട് ഹൈടെക് തുരങ്കപാതയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. ആയിരക്കണക്കിന് പേരാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് തുരങ്കപാത നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് പണിയുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് മറ്റും വന്ന് റെയിൽവേ എഞ്ചിനീയേഴ്സ് ബന്ധപ്പെട്ട എല്ലാം നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്തമുള്ള എഞ്ചിനീയേഴ്സ് പറഞ്ഞിരുന്നത് ഈ അടിപ്പാതയുടെ 4 വശവും റീറ്റെയിൻ വാൾ പണിയും. ഇപ്പോൾ 3 വശം മാത്രമേ പണിതിട്ടുള്ളൂ, ഈ വശം പണിതിട്ടില്ല. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഈ ഭാരതത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം. അതേപോലെ തന്നെ പല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സെക്ഷൻ ഇതെല്ലാം ഉള്ളൊരു സ്ഥാപനം, അതാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അവരെ വിശ്വസിച്ചുകൊണ്ട് അവർ നിർമ്മിക്കുന്നത് ശരിയായ രീതിയിലാണെന്ന് ധരിച്ചുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഇതിനകത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപകടം അബദ്ധം മനസ്സിലായത്.
അപകടകരമായി നിൽക്കുന്ന റീറ്റെയിൻ വാളിന്റെ പണി പൂർത്തിയാക്കാൻ ഫണ്ടില്ല എന്നാണ് കോൺട്രാക്ടറുടെ നിലപാട്. റെയിൽവേ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ നട്ടം തിരിയുകയാണ് പീച്ചിനിക്കാട് നിവാസികൾ. ഇവിടെ നോക്കിയാൽ ഈ ഭിത്തി വേണമെങ്കിൽ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാം. നിരവധി വാഹനങ്ങളും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എല്ലാം പോകുന്നതാണ്. ഇത് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴും എല്ലാവരും പറയും നഗരസഭാ കൗൺസിലർ MLA MP ശ്രദ്ധിച്ചില്ലാന്ന് പറയും. ഇത് തെറ്റാരുടെയാണ്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഇന്ത്യൻ റെയിൽവേയുടെ അവരുടെ ഏറ്റവും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന്റെ ഒരു ഉദാഹരണമാണത്. പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്നറിയാത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറ ചൂരിയോട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ഷെഡും ഹരിതകർമ്മസേന ശേഖരിച്ച് തരം തിരിക്കുന്നതിനായി സൂക്ഷിച്ച പ്ലാസ്റ്റിക്കും കത്തിയമർന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. കോഴിക്കോട് നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 89 ഗ്രാം MDMA പിടികൂടി. കുണ്ടായത്തോട് സ്വദേശി അജിത്താണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം കോഴിക്കോട് എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം. കോഴിക്കോട് കസബ പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ KSRTC കൺവെൻഷൻ സെന്റർ തുടങ്ങുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കാട്ടാക്കടയിൽ ആരംഭിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂളിലെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിപ്പോയിൽ തുടങ്ങുന്ന ഹാൾ കൺവെൻഷനുകൾക്കും മറ്റു പരിപാടികൾക്കും നൽകും. AC ഹാളുകളാകും സ്ഥാപിക്കുക. കൊച്ചിയിലെ മഹാകവി G സ്മാരകത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. സ്മാരകത്തിലെ LED ലൈറ്റുകളും പൈപ്പ് കണക്ഷനും അക്രമികൾ തകർത്തു. ശേഷം സ്മാരകത്തിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിനും ഇവർ തീയിടുകയും ചെയ്തു. മണ്ണുമാന്തി യന്ത്രം പൂർണ്ണമായി കത്തിനശിച്ചു. മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മറൈൻ ഡ്രൈവിലെ സ്മാരകത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി സാമൂഹിക വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ പൂളിലേക്ക് വെള്ളമെത്തിക്കുന്ന പൈപ്പ് പൊട്ടിച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. ഒപ്പം ഇതിലേക്ക് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന LED ലൈറ്റുകളും പൂർണ്ണമായും നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ 2 സെക്യൂരിറ്റികളായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഇവർ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല. പുലർച്ചെ ഒരു 2 മണിയോടുകൂടി ഇവർ പുറത്ത് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ LED ലൈറ്റുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് രാത്രി വന്ന് പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ LED ലൈറ്റുകളെല്ലാം പൂർണ്ണമായും നശിപ്പിച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. ഇത് ആരാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ ഒരു CCTV ഇല്ലാത്തതിനാൽ പോലീസിന് ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ പോലും ഈ റോഡ് സൈഡിലുള്ള അല്ലെങ്കിൽ മറ്റ് കടകളിലേക്കുള്ള CCTVകളിൽ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് വിജനമായ ഒരു സ്ഥലമായതിനാൽ ആളുകൾ ഇവിടേക്ക് പലപ്പോഴും രാത്രിയൊക്കെ ഇവിടെ ആളുകൾ എത്തുന്നതൊക്കെ പതിവാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നതെന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നത്. ഒരു 2:30 ആയിക്കാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകാറുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്തിരുന്ന പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയില്ല. പിന്നെ കൊതുകും ചൂടും കാരണം ഞങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ 2:15 ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ചെറിയ തട്ടത്തിലിരിക്കുന്നു. അങ്ങനെ തന്നെ ഇയാൾ അവിടെ കുറേ അപ്പം ഞാനവിടെ വീഡിയോ പിടിക്കാനാണെന്ന് വീഡിയോ കത്തിച്ച് അവിടെയൊക്കെ നോക്കിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ കുറേ വന്നിട്ട് ഇയാൾ മുകളിലേക്ക് പോയി. മുകളിലേക്ക് ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നാണ് എന്നോട് ഇങ്ങനെ വിവരം പറയുന്നത്. ഇങ്ങനെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇയാൾ രണ്ടാമത്തിന് തിരിച്ചങ്ങോട്ട് അവിടെ പോയി നോക്കിയപ്പോൾ സംഭവിച്ചില്ല. ഒപ്പം ഈ സ്മാരകത്തിന് തൊട്ടടുത്തായി ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതിനായി ഉപയോഗിച്ച JCBയും കത്തി നശിച്ച നിലയിലാണ്. ഈ സാമൂഹിക വിരുദ്ധർ അതിന് തീയിട്ടു എന്നാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഇതാരാണ് ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസ് എന്തായാലും ഇവിടെ എത്തി ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ തൊട്ടടുത്ത് ഉള്ള ആളുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള മൊഴി എടുത്തിട്ടുണ്ട്. പോലീസ് അടുത്തുള്ള പെട്രോൾ പമ്പിലൊക്കെ പോലീസ് എത്തി ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കുരങ്ങ് ശല്യത്തിൽ വലയുകയാണ് തിരുവനന്തപുരത്തെ മലയോര മേഖല. കുരങ്ങന്മാർ സർവ്വതും നശിപ്പിക്കുന്നത് മൂലം വീട് വിട്ടുപോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ.
കുരങ്ങന്മാരെ പേടിച്ച് അതിർത്തി മേഖലയിലുള്ളവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൂട്ടമായി എത്തുന്ന കുരങ്ങന്മാരാണ് ഇവിടത്തുകാരെ ജീവിക്കാൻ അനുവദിക്കാത്തത്. അമ്പൂരി, കള്ളിക്കാട്, ആറുകാണി, പത്തുകാണി, വെള്ളറട, കത്തിപ്പാറ, കടുക്കറ, കോട്ടൂർ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കർഷകർ കൃഷി ഇറക്കാനാകാതെ ഏറെ ബുദ്ധിമുട്ടുകയാണ്. വളരെ ഭയാനകമായിട്ടാണ് അവരുടെ പെരുമാറ്റം പോലും. ചില സമയം പിള്ളേരെ പോലും നമുക്ക് വെളിയിൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കുരങ്ങനെ പേടിച്ചാണ് ഞങ്ങളുടെ വീടുകളിൽ കൊച്ചുമക്കളെ പോലും വളർത്തി എടുക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിലാണ്. തേങ്ങ, കപ്പ, വാഴ, കൈതച്ചക്ക എന്ന് വേണ്ട കണ്ണിൽ കാണുന്നതെല്ലാം കുരങ്ങന്മാർ നശിപ്പിക്കുകയാണ്. വീടുകളിലെ വാട്ടർ ടാങ്കിൽ ഇറങ്ങി കുളിക്കുന്നതും ഇവർക്ക് ഹരമാണ്. വീടിന് പുറത്ത് മാത്രമല്ല, വീടുകൾക്കുള്ളിലും കുരങ്ങന്മാർ വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലടക്കം കുരങ്ങന്മാർ കൈവയ്ക്കും. കുരങ്ങന്മാർ ആണെങ്കിൽ പെറ്റുപെരുകി അധികമായി ശല്യം കൂടുന്നുണ്ട്. നമ്മുടെ ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു കൂടൊക്കെ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു പ്രഹസനത്തിലേക്ക് മാറിയിരുന്നു. കാരണം ഈ ശല്യം നിമിത്തം ഇവിടെ അനേകം പേർ ആ ഏരിയയിൽ നിന്ന് വീട് വിട്ട് മാറി ജീവിക്കുന്ന ഒരു കാലാവസ്ഥയായി മാറിയിരിക്കുകയാണ്. തെങ്ങിൽ കയറി കരിക്കടർത്തി കുടിച്ച ശേഷം അത് വലിച്ചെറിയും. ഓടിച്ചു വിടാൻ ശ്രമിച്ചാൽ വീട്ടമ്മമാരെ ആക്രമിക്കും. റബ്ബർ തൈകളെല്ലാം പിഴുത് ദൂരെ എറിയും. ഇങ്ങനെ ചില്ലറ നാശമൊന്നുമല്ല കുരങ്ങന്മാർ വരുത്തുന്നത്. വീട്ടിൽ എന്ത് വ്യാപിച്ചു വെച്ചിരുന്നാലും തട്ടിയിട്ട് കഴിച്ചിട്ട് പോണത്. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളമായിരുന്നാൽ വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടാൽ നമ്മൾ ഓട്ടിക്കും, കാണാതിരുന്ന് നമ്മൾ അറിയാതെ അത് കുടിക്കും. നമുക്ക് കിണറില്ല, പൈപ്പിലെ വെള്ളമാണ്. പക്ഷെ നമ്മൾ പിടിച്ചടച്ചു വെച്ചിരുന്നാൽ വരുമ്പോൾ ഒന്നും കാണില്ല. ടാങ്കിലാണെങ്കിൽ അടപ്പിനെല്ലാം വലിച്ച് തുറന്നിട്ടിട്ട് അതിനകത്തിറങ്ങി കുളിച്ചിട്ട് പോകും. അങ്ങനെ ഭയങ്കര ശല്യമായിരിക്കും. നമുക്ക് യാതൊരു നിവർത്തിയില്ല കുരങ്ങനെ കൊണ്ട്. ജീവിതം മടുത്ത് ജീവിക്കുകയാണ് ഞങ്ങൾ. എന്തെങ്കിലും ഒരു വഴി ഗവൺമെന്റിന് ഇതൊക്കെ നമുക്കത് ചെയ്ത് തന്നേ പറ്റുള്ളൂ. വനം വകുപ്പിനോട് പരാതി പറഞ്ഞ് മടുത്തിരിക്കുകയാണ് നാട്ടുകാർ. കുരങ്ങന്മാരെ പേടിച്ച് നാടുവിടേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ കൂറ്റൻ സ്രാവ് കരക്കടിഞ്ഞു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത്. കൊച്ചുവേളി പള്ളിക്ക് മുന്നിലായിരുന്നു കരക്കടിഞ്ഞത്. സ്രാവിനെ മത്സ്യത്തൊഴിലാളികൾ തിരികെ കടലിലേക്ക് വിട്ടു. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ ബസ് യാത്രക്കാരിയുടെ സ്വർണ്ണമാല മോഷണം പോയി. 3 പവന്റെ മാലയാണ് നഷ്ടമായത്. 2 സ്ത്രീകൾ ചേർന്നാണ് മാല കവർന്നത്. ഇന്നലെ രാവിലെയാണ് സംഭവം നടന്നത്. ചെർപ്പളശ്ശേരിയിൽ നിന്നും ഷൊർണൂരിലേക്ക് പോയ അപ്പു എന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ആശ്രാമം മൈതാനിയിൽ കൊല്ലം @75 പ്രദർശന വിപണന മേള ആരംഭിച്ചു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ മേള ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള പ്രത്യേക തീം ഏരിയയും വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ തീം, വിപണന സ്റ്റാളുകൾ, പുസ്തകമേള, സാഹിത്യ ചർച്ച, കവിയരങ്ങ് എന്നിവ മേളയുടെ ഭാഗമായി നടക്കും. വീട്ടിലേക്ക് ഇഴഞ്ഞു വന്ന അതിഥിയെ കൈകാര്യം ചെയ്ത് നാട്ടിലെ താരമായ കുട്ടു എന്ന വളർത്തുനായയെ നമുക്ക് പരിചയപ്പെടാം. തൻ്റെ യജമാനന്മാർക്ക് ഭീഷണിയായി വീട്ടിലേക്ക് ഇഴഞ്ഞെത്തിയ പാമ്പുകളെ പലതവണ തടഞ്ഞു നിർത്തി വീട്ടുകാരെ രക്ഷിച്ചതോടെ നാട്ടിലെ താരമായിരിക്കുകയാണ് കുട്ടു. തിരുവനന്തപുരം വെങ്ങാനൂരിലെ വെണ്ണിയൂർ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വളർത്തുനായ കുട്ടുവാണ് കഥയിലെ നായകൻ. പലപ്പോഴായി തന്റെ വീട്ടിലേക്ക് ഇഴഞ്ഞെത്തിയ 3 വിഷപ്പാമ്പുകളിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെയും കുടുംബത്തെയും കുട്ടു രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന്റെ കോമ്പൗണ്ടിലെത്തിയ 7 വയസ്സ് പ്രായം വരുന്ന പെൺമൂർഖനെ തടഞ്ഞു നിർത്തി വനപാലകർക്ക് കൈമാറിപ്പിച്ചതോടെയാണ് കുട്ടുവിന്റെ വീരകഥ നാട്ടിൽ പാട്ടായത്. പറമ്പിൽ നിന്ന് ഇഴഞ്ഞെത്തിയ മൂർഖനെ കണ്ട് കുട്ടു കുരച്ചുകൊണ്ട് യജമാനനെ വിവരം അറിയിച്ചു. ഒപ്പം വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ നോക്കി. തുടർന്ന് കുടുംബാംഗങ്ങൾ വനപാലകരെ വിവരമറിയിക്കുകയും സ്നേക്ക് റെസ്ക്യൂ ടീമെത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു. ഇത്തരത്തിൽ ഇത് 3ാമത്തെ വിഷപ്പാമ്പാണ് കുട്ടുവിന്റെ കാവൽ മൂലം വലയിലാകുന്നത്. കുട്ടുവിന്റെ അധികാര പരിധിയിൽ കടന്നുവരുന്ന ഏതൊരു ഭീഷണിയെയും
തടഞ്ഞു നിർത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധനാണെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു. 1-2 പാമ്പുകൾ ഇതുപോലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടു കണ്ടുപിടിച്ച്. എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് എങ്ങനെ ഓടിക്കളഞ്ഞു. പിന്നെ ഫോറസ്റ്റുള്ള ആൾ ഇതുപോലെ ഒരു ദിവസം വന്ന്, അന്ന് പക്ഷെ പാമ്പിനെ കിട്ടിയില്ല. പാമ്പുകളുടെ വാഴിക്കത്തേറി ഓടി, മാളത്തിക്കറി വിളിച്ച്. പട്ടിയാണ് സ്ഥിരം കണ്ടുപിടിക്കുന്ന ആള്. കുട്ടുവാണ് നമ്മുടെ സ്ഥിരം, നമ്മളെല്ലാരെയും പാമ്പിന് രക്ഷിച്ച ആള്. പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന ആശ്വാസത്തിലാണ് ഉണ്ണികൃഷ്ണനും കുടുംബവും. മൂർഖനെ വിറപ്പിച്ചു നിർത്തി വീട്ടുകാരെ സംരക്ഷിച്ച കുട്ടു ഇപ്പോൾ നാട്ടിലും താരമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്നേഹ മുരുകൻ SSLC പരീക്ഷ എഴുതി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ച വാഹനത്തിലാണ് 100% ഭിന്നശേഷിയുള്ള സ്നേഹയെ പരീക്ഷാ ഹാളിലേക്ക് എത്തിച്ചത്. മറ്റു കുട്ടികളെ പോലെ പരീക്ഷ എഴുതണമെന്നത് സ്നേഹയുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ 100% ഭിന്നശേഷിയുള്ള സ്നേഹയ്ക്ക് ഈ ആഗ്രഹത്തിന് പരിമിതികൾ ഏറെയായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ട് സ്കൂളിലെത്തി പഠിക്കാൻ തടസ്സമായി. ഈ അവസ്ഥ മനസ്സിലാക്കിയ സമഗ്ര ശിക്ഷാ കേരളം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗം ദൗത്യം ഏറ്റെടുത്തു. എല്ലാ ബുധനാഴ്ചകളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബീനാകുമാരി സ്നേഹയ്ക്ക് വീട്ടിലെത്തി പഠന പിന്തുണ നൽകി. ഇതിനായി നിരവധി പേരുടെ ഇടപെടലുമുണ്ടായി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും പരീക്ഷാ ഹാളിലെത്താൻ വാഹന സൗകര്യവും നൽകി. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ സ്നേഹയ്ക്ക് സ്ക്രൈബായി 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മേഘയും സഹായിച്ചു. എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹയുടെ അമ്മയും തൻ്റെ മകളും 10ാം ക്ലാസ് എഴുതണമെന്നും ഉന്നത വിജയം നേടണമെന്നും അവരും ആഗ്രഹിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ക്രൈബിൻ്റെ സഹായത്തോടെ നമ്മുടെ സ്നേഹ മുരുകൻ പട്ടം ഗേൾസ് സ്കൂളിൽ 10ാം ക്ലാസ് എഴുതുവാണ്. ഉന്നത വിജയം നേടി +1ഉം +2ഉം മോക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബസമേതമാണ് സ്നേഹ പരീക്ഷയ്ക്കെത്തിയത്. മറ്റു കുട്ടികൾക്കൊപ്പം സ്നേഹയ്ക്കും SSLC പരീക്ഷ എഴുതാനായതിൽ കുടുംബത്തിനും സന്തോഷം. ടീച്ചർമാർ ഞങ്ങളെ ചെറുകുട്ടിക്ക് വേണ്ടി ഇത്രയും പാടുപെട്ട് ഇത്രയും എല്ലാം നല്ല സഹായവും ചെയ്ത് ഞങ്ങളുടെ കുട്ടിയെ ഇത്ര നിലയിൽ കൊണ്ടെത്തിച്ചതിന് കോടി പുണ്യമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് വർണ്ണക്കൂടാരം ഒരുക്കി പരുതൂർ ഗവൺമെന്റ് LP സ്കൂൾ. കുട്ടികളിലെ സർഗാത്മകതയും കലാകായിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായുള്ള 13 പ്രവർത്തന ഇടങ്ങളാണ് വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പരുതൂർ സർക്കാർ LP സ്കൂളിലെത്തുന്നവർക്ക് പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ തോന്നില്ല. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അത്ര മനോഹരമായ കാഴ്ചകളാണ് സ്കൂൾ സമ്മാനിക്കുന്നത്. കളിക്കോപ്പുകൾ നിറയുന്ന ക്ലാസ് മുറികളും ചിത്രങ്ങളാൽ മനോഹരമായ ചുവരുകളും വിദ്യാലയത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നവയാണ്. ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുകയും കലാകായിക ഭാഷാപരമായ അടിസ്ഥാന നൈപുണ്യങ്ങൾ വികസിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് സർക്കാർ വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഉപയോഗിച്ച് വർണ്ണക്കൂടാരം ഒരുക്കുന്നത്. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് ഫണ്ട് ഉപയോഗിച്ചാണ് വർണ്ണക്കൂടാരം പൂർത്തീകരിച്ചത്. 13 കളി ഉപകരണങ്ങളാണ് വർണ്ണക്കൂടാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ചുവരുകളും ഏറെ ആകർഷണീയമാണ്. 10 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. ആർട്ടിസ്റ്റ് ഡിസ്നി വേണുവാണ് വർണ്ണക്കൂടാരത്തിന്റെ ശില്പി. ന്യൂസ് 18 പട്ടാമ്പി. ചുട്ടുപൊള്ളുന്ന ചൂടിനെ അതിജീവിക്കാൻ പഴവിപണിയും സജീവമായി. വേനൽച്ചൂടിൽ വഴിയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാവുകയാണ് പാതയോരങ്ങളിലെ പനനുങ്ക് കച്ചവടം. ചൂട് കൂടിയതോടെ പഴക്കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഇതോടെ തണ്ണിമത്തനും പനനുങ്കിനുമൊക്കെ ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. പാലക്കാട്ടെ പാതയോരങ്ങളിലാകട്ടെ നൊങ്ക് കച്ചവടം തകൃതിയാണ്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ നിന്നും ആവശ്യത്തിന് നൊങ്ക് ലഭിക്കുന്നുണ്ട്. ഇതോടെ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. വിലയും കൂടുതലല്ല. ഈ വേനലിന് ആകെ നൊങ്കല്ലേ വേണ്ടുള്ളൂ. വേനലിന് നല്ല കച്ചവടമുണ്ട്. സാധനങ്ങൾക്ക് അതിന്റെ കുറവുള്ളൂ. ഞങ്ങള് ഇവിടുന്ന് തന്നെ തേങ്ങ ഇറക്കുന്നത്. മറ്റേ വല്ലപ്പുഴ, കൈലാട്, കരിവത്തൂര്, നമ്മുടെ ഈ ചുറ്റുപാടത്തിൽ തന്നെയാണ്. ഒരു കരിമ്പന തേങ്ങയിൽ നിന്നും 3 നൊങ്ക് ലഭിക്കും. 10 നൊങ്കിന് 100 രൂപയാണ് വില. ശീതളപാനീയങ്ങളുടെ വില വെച്ചു നോക്കുമ്പോൾ ആളുകൾക്ക് താങ്ങാവുന്ന വിലയുമാണ്. ആവശ്യക്കാർ കൂടിയതോടെ 3-4 മണിക്കൂർ കൊണ്ട് കച്ചവടം പൂർത്തിയാക്കി മടങ്ങുകയാണ് കച്ചവടക്കാർ. ന്യൂസ് 18 പാലക്കാട്.
തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവെടുപ്പുമായി യുവ കർഷകനായ വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബർ റമദാൻ വിപണി ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ വിവിധതരം തണ്ണിമത്തനുകളുടെ പറുദീസയൊരുക്കിയിരിക്കുകയാണ് യുവ കർഷകനായ അലി അക്ബർ. 13 തരം തണ്ണിമത്തനുകൾക്ക് പുറമെ 3 ഇനം ഷമാമുകളും ജിഞ്ചീർ, കക്കരി, പൊട്ടുവെള്ളരി തുടങ്ങിയവയും കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വിളയിച്ചെടുത്ത മധുരമൂറുന്ന തണ്ണിമത്തൻ ഇനമായ തായ് യെല്ലോയാണ് ഇത്തവണത്തെ അലി അക്ബറിന്റെ കൃഷിയിടത്തിലെ താരം. നമ്മളിവിടെ 13 ടൈപ്പ് തണ്ണിമത്തൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ടൈപ്പ് ഷമാമ് ചെയ്തിട്ടുണ്ട്, ജർജീർ ചെയ്തിട്ടുണ്ട്, കക്കരി ചെയ്തിട്ടുണ്ട്, പൊട്ടുവെള്ളരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു 10-20 വെറൈറ്റിൻ്റെ അടുത്ത് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചീര, അതുപോലെ തന്നെ ജർജീർ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ തണ്ണിമത്തലിൽ പ്രാവശ്യത്തെ പുതിയ വെറൈറ്റിയാണ് നമ്മൾ തായ് യെല്ലോ എന്നുള്ള സംഭവം വന്നിട്ടുള്ളത്. അത് പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് കുഴപ്പമില്ല, നല്ല സക്സസ് ആയിട്ടുണ്ട്. അത് രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് 100 മേനി വിളവ് അക്ബർ നേടിയത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. IMA വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നടത്തി. നാടൻ തണ്ണിമത്തന് പുറമെയാണ് ഇത്തരത്തിൽ വിവിധ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ വിളയിച്ചെടുത്തത്. കൂടാതെ നെല്ല്, വെണ്ട, ചീര തുടങ്ങിയവയും ഈ യുവ കർഷകൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിയിടത്തിൽ നിന്നും ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാവുന്ന തരത്തിലുമാണ് തണ്ണിമത്തൻ വിപണി അലി അക്ബർ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. കൃഷി ചെയ്യാൻ പ്രായമല്ല, മനസ്സാണ് പ്രധാനമെന്ന് കാട്ടിത്തരികയാണ് കാസർഗോഡുള്ള 3 കുട്ടികൾ. ചിത്താരിയിലെ കർഷകനായ അബ്ദുൾ ഖാദറിനൊപ്പമാണ് കൊച്ചുമക്കളും കൃഷിയിൽ സജീവമാകുന്നത്. 5ാം ക്ലാസ്സുകാരി ഫാത്തിമയും 3ാം ക്ലാസ്സുകാരൻ ഫർബത്തും 1ാം ക്ലാസ്സിലെ മുഹമ്മദും കൃഷിപ്പണിയുടെ തിരക്കിലാണ്. ചിത്താരിയിലെ കൃഷിയിടത്തിൽ രാവിലെ മുതൽ ഇവരുണ്ടാകും. ഉപ്പൂപ്പയായ അബ്ദുൾ ഖാദറിനൊപ്പം കൃഷിരീതികൾ പഠിക്കും. തണ്ണിമത്തൻ കൃഷി ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. ആ ആഗ്രഹം അബ്ദുൾ ഖാദറിനോട് പങ്കുവെച്ചപ്പോൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. ഇതോടെ നടീൽ ഉത്സവം ആഘോഷമാക്കി. കാർഷിക രംഗത്തേക്ക് ചുവടുവെച്ച കുട്ടികൾ മാതൃകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ കൃഷി അന്യം നിന്ന് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കാതർച്ചയെ പോലെയും അതോടൊപ്പം തന്നെ ഈ കുട്ടി കർഷകരെ പോലെയും നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഈ മക്കൾ. അപ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞാൽ കൃഷിയിലേക്ക് ആളുകൾ വരൽ കുറവാണ്. യുവതലമുറ കൃഷിയിലേക്ക് വരുന്നത് കുറവാണ്. അപ്പോൾ ഇവർ നാളത്തെ ഒരു മാതൃകയാണ് ഈ 3 പേരും. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനാണ് അബ്ദുൾ ഖാദർ. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നരമ്പൻ, വെണ്ട, കക്കിരി തുടങ്ങി നിരവധി പച്ചക്കറികളാൽ സമൃദ്ധമാണ്. ഇനി ഇവിടെ കൊച്ചുമക്കളുടെ തണ്ണിമത്തനും വിളയും. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് മുക്കത്ത് VFPCKയിൽ പുതുതായി നിർമ്മിച്ച കാർഷിക സംഭരണ വിതരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫാണ് നാടിന് സമർപ്പിച്ചത്. 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാർഷിക സംഭരണ വിതരണ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രീ കൂളിംഗ് യൂണിറ്റ്, സ്റ്റോറേജ്, പഴങ്ങൾ പഴുപ്പിക്കാനുള്ള റൈപ്പൺ യൂണിറ്റ്, കർഷകർക്കായുള്ള വിശ്രമ കേന്ദ്രം എന്നിങ്ങനെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് കെട്ടിടത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പുതിയ കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും വരുന്നതോടെ കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് മുക്കം VFPCK അസിസ്റ്റന്റ് മാനേജർ ജയരാജ് ജോസ് പറഞ്ഞു. നമ്മുടെ നാടിന് ആവശ്യമായ പച്ചക്കറികൾ അത്രയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ കർഷകരെ പരുവപ്പെടുത്തിയെടുക്കാൻ VFPCക്ക് കഴിഞ്ഞു എന്നുള്ളത് മുക്കത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുക. ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, വൈസ് ചെയർപേഴ്സൺ ചാന്ദിനി, കൗൺസിലർ പ്രജിത പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 മുക്കം. ഇടുക്കി മലങ്കരയുടെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മലമ്പുഴ മോഡൽ പദ്ധതി മലങ്കരയിൽ നടപ്പാക്കണമെന്നാണ് ആവശ്യം. പൂന്തോട്ടവും ബോട്ട് ജെട്ടിയും അടക്കം കൊണ്ടുവന്നാൽ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മലങ്കര മാറുമെന്നാണ് പ്രതീക്ഷ. നിറഞ്ഞുകിടക്കുന്ന മലങ്കര ജലാശയം, കുടയത്തൂർ, ആലക്കോട്, ഇടവെട്ടി, മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ജലസമൃദ്ധി, വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം. ഇതാണ് മലങ്കര. മലങ്കര ഡാമിനോട് ചേർന്ന് വിനോദസഞ്ചാരികൾക്കായി മുട്ടം പഞ്ചായത്തിൽ നിർമ്മിച്ച പാർക്കാണ് ഇവിടെ ആകെയുള്ള വിനോദസഞ്ചാര വികസനം. മലങ്കരയെ മികവുറ്റ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയാൽ 4 പഞ്ചായത്തുകളുടെ സമഗ്ര വികസനവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും സുഗമമായി നടക്കും. എന്നാൽ ഇതിനുള്ള അവസരങ്ങൾ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് വിമർശനം. ജലാശയത്തിന്റെ സ്വാഭാവികത നിലനിർത്തിയും മലിനീകരണ സാധ്യത ഒഴിവാക്കിയും ഇവിടെ നടപ്പാക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ പദ്ധതികൾ ഒട്ടേറെയാണ്.
ഇതിൽ ജലാശയത്തിന് സമീപം ശലഭോദ്യാനം, പക്ഷിസങ്കേതം, സൗരോർജ്ജ ബോട്ടുകൾ, എറണാകുളം ബോൾഗാട്ടിൽ നിന്നും കുമരകത്തു നിന്നും സീപ്ലെയിൻ സർവീസ് തുടങ്ങി ഒട്ടേറെ ടൂറിസം സാധ്യതകളുണ്ട്. എന്നാൽ ഇവയൊക്കെ നടപ്പാക്കാൻ ജലസേചന വകുപ്പോ വിനോദസഞ്ചാര വകുപ്പോ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും എല്ലാം സന്ദർശിച്ച് ഈ മലങ്കര ടൂറിസത്തെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരവധ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും നാളിതുവരെയായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടൂറിസം കൗൺസിൽ, ജനറൽ കൗൺസിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ചേർന്നിരുന്നു. അന്ന് മുട്ടാറ് പദ്ധതികൾ MLAയും കളക്ടറും ഒക്കെ ചേർന്ന് നമ്മൾ വിഭാവനം ചെയ്തെങ്കിലും ഒരു പദ്ധതിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലോ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ കോളപ്രയിൽ നിന്ന് തുടങ്ങി മുട്ടം വരെ പുഴയോര പാത പണിത് സഞ്ചാരികൾക്ക് കാഴ്ചകൾ കണ്ട് നടക്കാനുള്ള സൗകര്യമൊരുക്കാനും കഴിയും. ഇടുക്കി, തൊടുപുഴ മണ്ഡലങ്ങളുടെ വികസനത്തിനും മലങ്കര ജലാശയം കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കിയാൽ സഹായകരമാകും. ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിൽ ഇത് വയലറ്റ് വസന്തത്തിന്റെ കാലമാണ്. തേയില ചെരുവുകൾക്ക് കൂടുതൽ മനോഹാരിത പകർന്ന് ജഗരാന്തകൾ പൂവിട്ടു. പാതയോരങ്ങൾക്ക് കൂടുതൽ അഴക് വിരിച്ചു നിൽക്കുന്ന വർണ്ണക്കാഴ്ചകളാണ് ഇനി. മൂന്നാറിന് ഓരോ കാലത്തും ഓരോ നിറമുണ്ട്. കണിക്കൊന്നകളും പൂവാകകളുമൊക്കെ ഒരുക്കുന്ന നിറക്കാഴ്ചകൾ. നിലവിൽ കുലകുലയായി പൂവിട്ട് നിൽക്കുന്ന ജഗരാന്തയുടെ കാഴ്ചകളാണെങ്ങും. ആനച്ചാൽ മുതൽ മറയൂർ വരെയുള്ള പാതയോരങ്ങളിൽ തണൽ വിരിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ സഞ്ചാരികൾക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തളിരിട്ട് നിൽക്കുന്ന തേയില ചെടികൾക്കും നീലാകാശത്തിനുമിടയിൽ വയലറ്റ് വർണ്ണം ചാലിച്ചെഴുതുകയാണ് ജഗരാന്തകൾ. കടൽ കടന്നെത്തിയ ഈ ആരാമ വൃക്ഷങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരത്തിൽ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് സമൃദ്ധമായി വളരുന്നത്. വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഇലകൾ കൊഴിച്ച് നിറയെ പൂവിടും. ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസം അവസാനം വരെ ഈ വസന്തം നീണ്ടു നിൽക്കും. 50 അടി വരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങളിൽ കുലകളായിട്ടാണ് പൂക്കൾ വിരിയുന്നത്. മൂന്നാറിൽ തേയിലകൃഷി തുടങ്ങിയ കാലത്താണ് ജഗരാന്തയും എത്തിയത്. ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജഗരാന്ത മരങ്ങൾ മൂന്നാറിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ്. ന്യൂസ് 18 ഇടുക്കി. പൂർണ്ണമാവുന്നു സകലമാന കേരളം. ഇനി സ്പോട്ട് ലൈവ് കാണാം.